ചേട്ടൻ വന്നുണ്ടേ കയറി കഥ പടച്ചമ്മ. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ? എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അമ്മ ഒന്ന് വന്ന് നോക്കൂ. അതെന്ത് പറ്റി? ഇല്ലേ കഥ തുറക്കണല്ലോ. വാ നോക്കാം. മക്കളെ ദീപു, മക്കളെ ദീപു, കഥ പറ. അമ്മയെ നോക്കളെ, കഥ പറ, കഥ പറ മക്കളെ. എന്തെന്ത് പറ്റി? വാക്കളെ നമുക്ക് ഫ്രണ്ടിൽ ചെന്ന് നോക്കാം. മക്കളെ നീ എന്താ ചെയ്യുന്നത്? നീ ഇറങ്ങി മക്കളെ, താഴെ ഇറങ്ങി മക്കളെ. അമ്മയാണ് വിളിക്കുന്നത്. ഇറങ്ങി മക്കളെ, താഴെ ഇറങ്ങി മക്കളെ. വേണ്ടമ്മ, എനിക്ക് മതിയായി ജീവിതം. എനിക്ക് ജീവിതം മതിയമ്മ. ഉള്ള കടത്തിനുള്ളത് കടം കയറിയെങ്കിലും ജീവിക്കാൻ വയ്യ. എന്ത് ചെയ്താലും അതൊന്നും രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് വേണ്ടമ്മ. ഇറങ്ങി മക്കളെ, ഇറങ്ങി മക്കളെ. നിന്റെ കടമെല്ലാം അമ്മ തീർക്കാം. വസ്തു വിറ്റെങ്കിൽ നമ്മൾ കടം തീർക്കാം മക്കളെ. ഇറങ്ങി മക്കളെ, ഇറങ്ങി വാ. മക്കളെ വാ മക്കളെ, വാ മക്കളെ. മക്കളെ മക്കളെ കടയല്ലേ അമ്മ തീർക്കാം. എന്ത് പറയാനമ്മ, എന്ത് കാര്യം രക്ഷപ്പെടുന്നില്ല. കടത്തിനോർത്ത് കട കയറി പോവുക. ഇവിടെ ഓരോ പണിക്ക് പോയിട്ടും അതുപോലെ ഒരു കച്ചവടം തുടങ്ങി നോക്കിയായിരുന്നു. അതെല്ലാം നശിച്ചു പോകുന്നു, അല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? നിങ്ങളെന്നെ പറയാം. നിന്റെ കടമല്ലേ മക്കളെ? ഇതൊക്കെ ലോകത്തുള്ളത് തന്നെ മക്കളെ. എല്ലാവർക്കും കടമുള്ളത് തന്നെ മക്കളെ. അതെ, വസ്തുവെങ്കിലും വിറ്റ് നിന്റെ കടമൊക്കെ അമ്മ തീർക്കാം. അമ്മ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടെന്നത് എന്തെന്നറിയോ? ഇതുപോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട്, ആരെങ്കിലും മോട്ടിവേഷനായി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മതി നമ്മളെ വിജയത്തിന്. എനിക്കിതുവരെ അമ്മ കിട്ടിയതിൻ്റെ ഭാഗ്യം. അതിൽ തന്നെ എനിക്ക് വിജയിക്കാൻ തന്നെ. ഇനി എനിക്ക് വിജയിക്കാൻ പറ്റുമോ? കാരണം എനിക്കിത് മതി. ഈ ഒരു സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം എൻ്റെ ജീവിതത്തിൽ. അത് കിട്ടിയാൽ മതി അമ്മ.